കൽക്കി 2898 AD ഈ സിനിമയെ കുറിച്ച് എന്താ പറയണ്ടേന്ന് ഇനി ഞാൻ സത്യം പറയാം. ഞാൻ വായ തുറന്നതാ. മഹാഭാരതം എന്നൊക്കെ പറഞ്ഞ ഒരു മഹാസംഭവം. അല്ല, ഞാൻ വായ തുറന്നത്, ഞാൻ അടച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഒരു വായ അടച്ചിട്ടില്ല. എന്തോന്നാണ് ഇത് പടം. സത്യം പറയാം, ഞാൻ പലപ്പോഴായിട്ട് അവെഞ്ചേഴ്സോ അല്ലെങ്കിൽ DC-യുടെ കുറേ സൂപ്പർ ഹീറോസോ ഒക്കെ കാണുന്ന ടൈമിൽ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, നമുക്ക് കുറെ ഉണ്ട് സൂപ്പർ ഹീറോസ് അല്ലേ. നമുക്ക് എത്ര ഉണ്ട്. രാമായണം എപ്പിക് സ്റ്റോറീസും എപ്പിക് ഹീറോസും ഗോഡ്സും നമുക്ക് ഇഷ്ടം പോലെ പറയാണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ആൻഷ്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇല്ലാത്തതിനകത്ത്. അല്ല, ഇത്രയും കാലങ്ങളായിട്ട് പുരാണങ്ങളും കഥകളും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ യൂസ് ചെയ്യാൻ എന്താ ഉണ്ടായിരുന്ന വെച്ചാ മഹാഭാരതം ആണെങ്കിൽ ഒരാൾ മഹാഭാരതം എടുക്കും, രാമായണം ആണെങ്കിൽ ഒരാൾ രാമായണം എടുക്കും. ഇങ്ങനെ പോയിരുന്ന സംഭവമാണ്. അല്ല, ഇത്രയും സൂപ്പർ ഹീറോസിനൊക്കെ ഇത്രയും പവർ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മള് കഥകളിൽ കേട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതുവരെ ബ്ലെൻഡ് വരിക, അതായത് ഒരു സൈഫൈ ബ്ലെൻഡ് ഈ സാധനത്തിന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, മാൻ നാഗ അശ്വിൻ, യു ആർ എ സൂപ്പർ ഹീറോ. 600 കോടി എങ്ങാണ്ട് ബഡ്ജറ്റ് പറയുന്നത്, ₹1 പോലും വേസ്റ്റ് ആക്കാതെ. ഈ ഒന്നാമത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്, ആരുടെ പ്രൊഡ്യൂസേഴ്സ് ഇവിടുത്തെ അല്ല, ഞാൻ വായിച്ചിട്ടില്ല. 600 കോടി എത്ര കൊടുത്താലും ഇനി കുഴപ്പമില്ല. നിങ്ങൾ 600 അല്ല, നിങ്ങൾ 1200 കോടി കൊടുത്താലും ഇയാൾക്ക് പണി അറിയാം, നല്ല പണി ഇയാൾക്ക് അറിയാം, വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ചെയ്യണമെന്ന് പറയാം. മോനെ, ആ മഹാഭാരതവും ഈ സിനിമേൻ്റെ ഈ മോഡേൺ എറയും ഈ കലിയുഗവും തമ്മിലുള്ളൊരു ബ്ലെൻഡ് ഉണ്ട്. അതിപ്പോൾ എന്താ ഞാൻ പറയണ്ട, നല്ല മഴയത്ത് നല്ല സമോർന്നൊരു കിടിലൻ ചായ ഉണ്ടാക്കി തന്നാൽ കുടിച്ചാൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. ആ സംഗതിയാണ് ഇന്ന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. മ്യൂസിക് വാവ്, വിഷ്വൽസ് വാവ്. അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നി, അമിതാഭ് ബച്ചൻ്റെ ഒക്കെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഇന്ത്യൻ സിനിമയിൽ ഇനി അശ്വത്ഥാമാവാൻ റീപ്ലേസ് ചെയ്യാൻ ഇറീപ്ലേസബിൾ അല്ലേ. നമ്മൾ ശരിക്കും അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. എന്തോന്നടേത്, അങ്ങനെ അപ്പിയറൻസും അങ്ങനെ ബിൽഡും ഓരോ സീനിൽ ഓരോ ഫ്രെയിമിൽ അങ്ങേരും പ്രഭാസം വരുമ്പോ അങ്ങേരും ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അമിതാഭ് ബച്ചൻ ആയതുകൊണ്ട് മാത്രമായിരിക്കും ആ ചെയ്യണ പല കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. ഇതൊക്കെ ശരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ പുരാണത്തിൽ പല വട്ടം എനിക്ക് തോന്നുന്നത് അമിതാഭ് ബച്ചന്റെ പുരാണ വേഷങ്ങളിൽ ഇതിന് മുമ്പും ലൈക്ക് ഉണ്ട്. പക്ഷെ ഇതൊരു വേറെ റേഞ്ച് സമയം അങ്ങേര് കൊണ്ടുപോയി എൻറ്റയർ ഷോ. ഞാൻ പറയല്ലോ, പ്രഭാസ് കൊണ്ടുപോയി ഞാൻ ഒരിക്കലും പറയില്ല. പ്രഭാസ് ഈസ് എ കൈൻഡ് ഓഫ് എന്താ പറയാ, നമ്മള് ഗാർഡിയൻ ഓഫ് ഗാലക്സിയിലൊക്കെ കണ്ട പോലെ ആ ഒരു ഫണ്ണി സാധനമായിട്ടാണ് നമ്മളെ പ്രഭാസ് പോകുന്നത്. പക്ഷെ പ്രഭാസ് ഒട്ടും കുറവല്ല. എനിക്ക് തോന്നുന്നു പ്രഭാസും പല സമയങ്ങളിൽ അമിതാഭ് ബച്ചനെ നോക്കിയിരുന്ന പോലെ പല സീനുകളിലും നമുക്ക് തോന്നുന്നുണ്ട്. ഒരു രക്ഷയിൽ അങ്ങേര് വന്നോട് കൂടിയിട്ട് പട്ടം മാറി അമിതാഭ്. എനിക്ക് ആകെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയെ കുറിച്ച് ഒരു നെഗറ്റീവും പറയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒരു നെഗറ്റീവ്സും എനിക്ക് പറയാനില്ല. എനിക്ക് എവിടെയോ ഒരു ലോ പോർഷൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഇനീഷ്യൽ സ്റ്റേജിലും ഇടയ്ക്കും കാണിക്കുന്ന ഒരു AI വെച്ച് ജനറേറ്റ് ചെയ്ത്, അതായത് അമിതാഭ് ബച്ചന്റെ ഒരു യങ്ങർ വേർഷനെ കാണിച്ചു. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് പറയാണ്ടെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പറയില്ല, ചത്താലും ഞാനത് പറയില്ല. ഞാനത് ഒരിക്കലും ലോ ആയിട്ട് പറയാം. പടം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് അത് കാണിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ചോദിച്ചു, ഇത് എങ്ങോട്ട് തന്നെ പോക്ക്, എന്തൊരു സംഭവം ചോദിച്ചു. ഇനിയിപ്പോ മൊത്തം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നു ആ ഒരു സമയത്ത്. അതായത് തുടക്കം തന്നെ അത് കണ്ടപ്പോ ഒരു ഇത്, പക്ഷെ ഇത് ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകണമെന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെ അത് എവിടേക്കാ നോക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവണം. ഈ ഗ്രാഫിക്സും വിഷ്വൽസും ഒക്കെ ആ ആദിപുരുഷൊക്കെ എടുത്ത് പൊട്ടിച്ച പപ്പടം പൊട്ടിച്ച പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇത് ഞാൻ ഹോളിവുഡ് കമ്പാരിസൺ ഒന്നും ഞാൻ പറയില്ല. ഇത് ഇന്ത്യൻ മൂവി ആൻഡ് ഇന്ത്യൻ എപ്പിക് സാധനം. മഹാഭാരതം എടുത്തിട്ട് ഇന്ത്യൻ സൂപ്പർ ഹീറോ, ഇന്ത്യൻ ലാർജർ ദാൻ റിയൽ സാധനങ്ങള്. ഇത് കമ്പാരിസൺ അല്ല, ദിസ് ഈസ് ഇന്ത്യൻ സിനിമ, ദിസ് ഈസ് വാട്ട് ഇന്ത്യൻ സിനിമ. പുറത്ത് കൊണ്ടുപോയിട്ട് ഇതാണ് സത്യം കേട്ടോ. RRR അങ്ങനെ കുറെ ബാഹുബലി എല്ലാം വീഴും തോന്നുന്നുണ്ട്. KGF കാരണം എനിക്ക് തോന്നുന്നു ബോക്സ് ഓഫീസ് പ്രളയമായിരിക്കും മഹാഭാരതം ചെയ്യണത്. രക്ഷയിലാണ് തോന്നുന്നുണ്ട്, ഡൗട്ട് ഉണ്ട്. അല്ല, ഇങ്ങനെ ഞാൻ പറയുമ്പോ എന്താ പറയാ, ഇങ്ങനെ ഈ മഹാഭാരതം നല്ല രാമണം ഇങ്ങനെ എന്ത് കൊണ്ടുപോയി എടുത്താലും ഞാൻ പറയട്ടെ, അത് ആ എപ്പിക് സാധനമായിട്ടായിരിക്കുള്ളൂ. അത് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. മഹാഭാരതവും രാമായണമൊക്കെ സീരിയലായിട്ടും സിനിമയായിട്ടും പ്ലേ ആയിട്ടും ബുക്കായിട്ടും നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ആ യുഗവും ഇപ്പുറത്തെ ഈ കലിയുഗത്തിൽ വരുന്ന അതിന്റെ മോനെ ബേസിക് സാധനം ഇതാണ്, വിഷ്ണുവിന്റെ അവതാരം, ഇറ്റ് റിട്ടേൺസ്. ബട്ട് അതിന്റെ ബ്ലൈൻഡ് മോനെ
പ്രഭാസിന്റെ ഭൈരവ കിടിലൻ, അമിതാഭ് ബച്ചന്റെ അശ്വത്ഥാമാവ് വേറെ റേഞ്ച്, പിന്നെ സുപ്രീം യാസ്കിൻ, കമലഹാസൻ. അയ്യോ എന്തോ അങ്ങനെ അങ്ങനെ ശബ്ദം മതി, അങ്ങനെ ശബ്ദം, അങ്ങനെ ഡയലോഗ് ഡെലിവറി നമുക്ക് ഫസ്റ്റ് ഒന്നും നമുക്ക് കമലഹാസനാണെന്ന് മനസ്സിലാവില്ല, ശബ്ദം സംഗതി വേറെ ലെവൽ. ദീപിക പദുക്കോൺ കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ സാധനം പിടിച്ചു പോയി അവസാനം വരെ. ദിശ പട്ടാനി ഇടയ്ക്ക് വന്നൊരു അന്നാബനിന്റെ പൊന്നെ, അന്നാബനൊക്കെ ഞാൻ നമ്മുടെ മറ്റേ ഇതില്ലേ എന്താ ബ്ലാക്ക് പാന്തറിലൊക്കെ ഉള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ലൈക്ക് അന്നാബനൊക്കെ. വൽക്കരി അങ്ങനെ എന്താണ്, ഇഫ് ഐ എം നോട്ട് റോങ് എന്ന് ഒന്ന് കമന്റിൽ പറഞ്ഞാൽ മതി. എന്റെ മോനെ ഒരു വേറെ റേഞ്ച് ടച്ച്, ഒരു ഇന്റർനാഷണൽ ടച്ച് അല്ലേ. അന്നാബനൊക്കെ റേഞ്ച് ഒന്നും പറയാല്ല. എല്ലാവരും അഭിനയിച്ച ഓരോരോ ആളുകളും ഇതിന്റെ ടെക്നീഷ്യനും ക്രൂവും എൻറ്റയർ, ഞാൻ ഒന്നും പറയാനില്ല, ഹാറ്റ്സ് ഓഫ് എന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എടുത്ത് പറയേണ്ടത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആരുടെ, ഞാനൊന്ന് നോക്കട്ടെ. IMDb ആരുടെ ഇത്, സ്വപ്ന ദത്ത്, പ്രിയങ്ക ദത്ത്, അശ്വിൻ ദത്ത്, ദത്തുമാർക്കൊക്കെ എല്ലാവർക്കും കാശ് ഇരട്ടി കയറുന്ന കാര്യം ഉറപ്പാണ്, ഒരു രക്ഷയില്ല. മ്യൂസിക് കൊണ്ട് സന്തോഷ് നാരായണൻ കിടിലൻ. എവിടേക്കോ എനിക്ക് കുറച്ച് പോർഷൻസിലൊക്കെ നമുക്കൊരു എൻ ഗെയിം അവഞ്ചേഴ്സിന്റെ ഒരു സാധനം, അതെന്താ പറയുക, നമ്മളിത് കണ്ട് വരുമ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷെ വേറെ റേഞ്ച് സിനിമാറ്റോഗ്രാഫി, ആരാടാ സിനിമാറ്റോഗ്രാഫി? അല്ല, ഇത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഡിജോർജ് ജെ സ്റ്റൊജിൽകോവിസ്ക്, നല്ല പേര്, എന്താണ് റഷ്യക്കാരനെ തോന്നുന്നുണ്ട്. വേറെ ലെവല് സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു സാധനം ഉണ്ട്. അമിതാഭ് ബച്ചനും നമ്മുടെ പ്രഭാസും തമ്മിലുള്ള ഒരു അടി എന്ന് പറഞ്ഞാൽ ആർക്കെന്നേ ഉള്ളൂ, മേക്കപ്പ് ഒക്കെ എന്തോ ഒരു സാധനം, ഒരു രക്ഷയില്ല. കാരണം പ്രഭാസിന്റെ ഏറ്റവും വലിയ ലോ ആയിരുന്നു മറ്റേ ആദിപുരുഷന്റെ മേക്കപ്പ് ഇട്ടത്, ഒരുമാതിരി ചള്ള സാധനം ഇട്ടിട്ട്. സലാറിലാണെങ്കിലും ഒരുമാതിരി ദിനോസർ എന്നൊക്കെ പറഞ്ഞ് കോമഡി ആക്കി കളഞ്ഞു. പക്ഷെ ഇതിലും മോനെ ഭൈരവൻ എന്നൊക്കെ പറഞ്ഞാൽ ഭൈരവനാണ്. പിന്നെ ഇതിന്റെ എഡിറ്റർ മുത്താണ്, കൊടഗിരി വെങ്കടേശ്വര റാവു. അല്ല, ഇങ്ങനെ എഡിറ്റർ ആരാ അറിയാമെങ്കിൽ നാനി, ബാഹുബലി, ഇതിന്റെ ഒക്കെ ആളാണ്. മഗധീര മനുഷ്യ എന്നടാ പണി വെച്ചൊക്കെ എഡിറ്റർ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, തിയേറ്ററിൽ തന്നെ കാണണം. നോ ടെലിഗ്രാം മറ്റേ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു എപ്പിക് സാധനം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്, എന്ത് ബാക്കി സൂപ്പർ ഹീറോസ് കുറെ ഉണ്ട്, ബാറ്റ്മാൻ, മറ്റേമാൻ, മർച്ചേമാൻ എല്ലാം. നമ്മൾ ഈ പലതും മുന്നേ മുതൽ കുറെ പുരാണങ്ങളിലും പിന്നെ ശക്തിമാൻ വരെയുള്ള സാധനങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇത്രയും കാലമായിട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരും കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ല. ഇതാണ് മോനെ. ഇനിയിപ്പോ പല സിനിമകളായിട്ടുള്ള റിസംബ്ലൻസ് തോന്നാം, പല ഇങ്ങനത്തെ സൈഫൈ മൂവീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സൂപ്പർ ഹീറോ മൂവീസോ ആയിട്ട് റിസംബ്ലൻസ് തോന്നിയാലും അതായിട്ടൊന്നും ഇതിനൊന്നും ഒരു കണക്ഷനും ഇല്ല. നമുക്ക് വിഷ്വലി അത് കണ്ട് സെയിം സാധനം, നമുക്ക് സെയിം അല്ലാതിരിക്കും മേലൊരു സാധനം കിട്ടുമ്പോൾ നമ്മളെ മാത്രമാണ്. സോ നമ്മൾ വേണം മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ വേണം എന്റർടൈൻ ആവാൻ. ഞാൻ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഇതൊരു ഇന്ന് ഞാൻ കിടിലൻ ഇവിടെ മല്ലിക ബ്ലോക്സിലാണ് കണ്ട, അടിപൊളി സ്ക്രീനും സൗണ്ട് വരുന്നു. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ഇതിന്റെ ഹിന്ദി വേർഷനോ അല്ലെങ്കിൽ തെലുങ്ക് സിനിമ ഇങ്ങോട്ടാ പോണേ, ഇന്ത്യൻ സിനിമ ഇവര് കൊണ്ടുപോവാണ് കേട്ടോ. അവര് അവിടെ മലയാളത്തിൽ ആരെങ്കിലും പൈസ കൊടുക്കാണ്ടോ പ്രൊഡ്യൂസേഴ്സ്, എടുത്ത് കൊടുക്കണം ആരെങ്കിലും പൈസ. എന്താണ് ഇത്? എനിക്കൊന്നും പറയാല്ല. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ 1, 2, 3 വട്ടത്തിൽ ചിലപ്പോൾ പോയിരുന്ന് കാണും. കാരണം എനിക്കിത് കുറേ എലമെന്റ്സ് പിടിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ഇതിന് ഡെപ്തിൽ ഇനി മനസ്സിലാക്കാനുണ്ട്. അതായത് എനിക്ക് അങ്ങനെ തന്നെ എനിക്കും തോന്നിയത്, മനസ്സിലായി. പക്ഷെ എന്താ പറയാ, ചെറിയ മൈന്യൂട്ട് സാധനങ്ങൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് ഇവർ ഇടുന്നുണ്ട്. എനിക്കിത് എൻഡ് ചെയ്തപ്പോഴും അത് എന്തൊക്കെയോ സമയത്തും അത് കുറെ കൂടെ ഇതാണ് സംഗതി. ഇനിയുണ്ട് സാധനം വരാണ്ട്. വിജയ് ദേവർഗോണ്ടെ, ശോഭന മാം കിടിലനായിട്ടുണ്ട്. ശോഭന മാം ഒരു രക്ഷയില്ല, വേറെ ലെവല്. പിന്നെ നിങ്ങളൊക്കെ സ്പോയിലർ ആയാലും കുഴപ്പമില്ല, നിങ്ങള് പോയി കാണ്. നമ്മളെ എന്താ പറയാ, ക്യാമിയോ തന്നെയാണ്. ആ ക്യാമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ക്യാമിയോ ആണ്. അവിടെ ഒന്നും ഡിസാസ്റ്റർ അല്ല, പ്രോപ്പർ ക്യാമിയോ ആണ്. അതൊക്കെ രസമാണ്.
കൊറേ ഉണ്ട് ഇല്ലേ, അതെ, ഇതിനെ കുറിച്ച് സാധനമുണ്ട്. പറഞ്ഞു പോകും. ഇനി എന്താ വലിയ എന്താ പറയാ, കഥയൊന്നും പറയാൻ പറ്റില്ലായിരിക്കും. അതാണ് ഏറ്റവും രസം. ഇതിൽ ആൾക്കാരുടെ പേര് ചിലപ്പോൾ പറയാം, പക്ഷെ കഥ പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, കഥ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാത്ത സാധനം. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളെ സങ്കല്പത്തിലൊക്കെ ഓരോ സ്വർഗ്ഗം ഉണ്ടാവും. ആ സ്വർഗ്ഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു ട്രീറ്റ് പോലെ വിഷ്വൽ ഭയങ്കര സംഭവം ഉണ്ടാവും. കാരണം കലിയുഗം എന്ന് പറഞ്ഞതിന്റെ എക്സ്ട്രീം എൻഡ് എന്താണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് പണ്ടല്ലേ, കലിയുഗത്തിൽ എന്ത് സംഭവിക്കും. ഇഫ് യു വോണ്ട് ടു സീ ദാറ്റ് പോയി കണ്ടോ അല്ലേ. പറയാല്ല, വേറെ ലെവല് പടം. പൈസ നമ്മളിപ്പോ ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും കുറെ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സങ്കല്പം ഉണ്ടാവും, അതിന്റെ മേലെയാണ് കാണാൻ പോകുന്നത്. വേറെ ലെവൽ സാധനം.